സിജി അല്ലെങ്കിൽ സിജിമോൾ അത് വയ്യാത്ത അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലാണ് നിരന്തരം ഈ സ്ത്രീ ഇവരെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുകയും ഇല്ലാത്ത കഥകൾ പറയുകയും ആ കുഞ്ഞിനെ എന്താണ് സ്കൂളിലേക്ക് പോലും ആ സ്കൂളിലേക്ക് അതിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയും അതിനെ മനസ്സ് മടുപ്പിക്കുകയും ആ സ്കൂളിലോട്ട് പോകാൻ അതിന് പേടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബാക്കി കുട്ടികളൊന്നും പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പ്രായമല്ല. ഒന്നാം ടീനേജ് പ്രായവുമല്ല, ആ മാനസികാവസ്ഥയുമല്ല. അപ്പോൾ ഇത്തരം ഒരു മാനസിക ദുരന്തത്തിലേക്ക് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടതിന് ഈ സ്ത്രീ അതിന് ശിക്ഷ അനുഭവിക്കണം. അഡ്വക്കേറ്റ് സിജിമോൾ. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ 2 പെൺമക്കളും പഠിച്ചൊരു സ്കൂളാണ് RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വർഷങ്ങളായിട്ട് ഒരു 8 വർഷമായിട്ട് ഞാൻ ആ സ്കൂളിലെ PTA അംഗമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ടാണ് അവിടെ ഒരു PTA വനിതയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു വന്നത്. ഒരു PTA പ്രസിഡന്റ് ആവണമെന്നൊക്കെ ഉള്ളൊരു തീരുമാനം രക്ഷിതാക്കളിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും, ഞാനൊരു അഭിഭാഷക കൂടിയാണ്. എൻ്റെ കുട്ടികളുടെ കരിയറിൽ അവരുടെ ക്യാരക്ടർ മോഡുലേഷൻ ആയാലും ശരി തന്നെ, അവരുടെ അക്കാഡമിക് ലെവലിലായാലും ശരി തന്നെ, ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി തരുവാൻ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് കിളിമാനൂർ പ്രദേശത്ത് എടുത്തു പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. എൻ്റെ സ്കൂളായതുകൊണ്ടോ ഞാൻ അവിടുത്തെ PTA പ്രസിഡന്റ് ആയതുകൊണ്ടോ പറയുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്കൂൾ തന്നെയാണ് RRV സ്കൂൾ. പക്ഷേ അവിടെ നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയുമായി പറയുന്ന ഒരു 2-3 എല്ലാ അധ്യാപകരും ഇല്ല, 1-2-3 പേരെ, എനിക്ക് കറക്റ്റായിട്ട് പറയാം, 3 പേർ ചേർന്നിട്ട് ആ സ്കൂളിനെ പുറത്തു നിൽക്കുന്ന ആ എതിർഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം നിലവിലുള്ള കുട്ടികൾക്കും, നിലവിൽ ഞങ്ങളുടെ SSLC 7 വർഷമായി ഫുൾ A+ വാങ്ങുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ +2 തലത്തിലായാലും വളരെ മറ്റേത് സ്കൂളുകളെ തട്ടിച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ല അക്കാഡമിക് ലെവലിലും കായിക രംഗങ്ങളിലും മുമ്പിൽ നിൽക്കുന്ന ഈ സ്കൂളിനെ തളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിക്ക് വേണ്ടുന്നത്. അതിന് എതിർത്ത് നിൽക്കുന്ന കുറേ അധ്യാപകന്മാരിൽ പ്രധാനിയാണ് ഈ പറയുന്ന കുറ്റാരോപിതനായ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയും തളർത്തുക എന്നുള്ളത് പല കാലങ്ങളിലും ഞാനും ഇത് ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒന്ന് കാണുമോ എന്നുള്ളത്. പക്ഷേ അന്വേഷണത്തിലൂടെയും അവിടെ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ പറയുകയാണ്, ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഇവർക്ക് അവിടെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അവസാനത്തെ നമ്മുടെ ഈ മുമ്പിൽ ഞാൻ അവിടെ പോയി കണ്ടതാണ്. എനിക്കും 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ എടുത്തു പറയേണ്ടുള്ളത്, ഈ അധ്യാപകനായിരുന്നു. ഒരിക്കൽ 2022 ഞാനന്ന് PTA വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വൈഫിനെയും കൂടെ, അതായത് ഈ ടീച്ചറിനെ വിളിച്ചിരുത്തി അന്നത്തെ പ്രിൻസിപ്പളും HM അന്നത്തെ പ്രസിഡന്റും കൂടെ സംസാരിക്കാനിരുന്നു. അപ്പോൾ പ്രസിഡന്റിന് പേടി, കാര്യം പുരുഷനായതുകൊണ്ട് നാളെ ഇദ്ദേഹത്തിന്റെ എതിരെ സ്ത്രീപീഡനം പോകും. ഇപ്പൊ മാനേജ്മെന്റ് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്ന് പറയുന്നു. മാനേജർക്കെതിരെ സ്ത്രീപീഡനത്തിന് അടുത്തത് എടുത്തിട്ടുണ്ട്. അവരൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷണത്തിനുള്ള നിയമം ഏറ്റവും കൂടുതൽ കാറ്റിൽ പറത്തുന്നതും ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നതും ഏത് ലേഡിയെന്ന് ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ചോദിച്ചാൽ ഞാൻ പറയും, സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് ഈ ഇരിക്കുന്ന ടീച്ചറാണെന്നേ ഞാൻ പറയൂ. അതും ഒരു അധ്യാപിക. അവർ നിരന്തരമായി 12 കേസുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരറ്റത്ത് ഈ കുട്ടിയുടെ പേരും കൂടെ ചേർത്ത് അവരെ ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ ഈ അധ്യാപകനെതിരെ കേസ് കൊടുക്കലാണ് പണി. ഇപ്പം മാനേജ്മെന്റ് ആക്ഷൻ എടുക്കാൻ പോയപ്പോൾ മാനേജർ റൂമിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി പോയി. അപ്പോൾ ഈ പരാതികൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒരു സ്റ്റാഫ് കമ്മിറ്റിയും വിളിച്ചുകൂട്ടി. PTA സ്റ്റാഫ് കമ്മിറ്റിയിൽ അറിയാവുന്നതാണ്, ഇവർ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കെതിരെ ഡിഫമേഷൻ പോകും. കാര്യം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മറ്റു രീതിയിൽ ലൈംഗികാരോപണം കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വളരെ നയത്തോടു കൂടി വളരെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇത് സംസാരിക്കാൻ വിളിച്ചത്. അന്ന് ഈ അധ്യാപിക വന്നില്ല, ഒരു രീതിയിലും സ്കൂളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിനും വരില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്ന് എൻ്റെ മൊഴി എടുത്തിരിക്കുകയായിരുന്നു, എനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സ്റ്റാഫ് കമ്മിറ്റിയും വിളിച്ചുകൂട്ടി പബ്ലിക്കായിട്ട് അവരെ അധിക്ഷേപിച്ചു എന്നുള്ളത്. ഈ സ്കൂളിൽ നടക്കുന്ന ഇത്രയും വലിയ നീച പ്രവൃത്തിയെക്കുറിച്ച് പറയാതെ വായും മൂടിയിരിക്കണം എന്ന രീതിയാണ് അവർ പറയുന്നത്. അതായത് തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവരുത് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ആ അധ്യാപകരാണോ, അധ്യാപക സമൂഹത്തിന് തന്നെ അധ്യാപക സംഘടന സിജിമോൾ ഇവിടെ അധ്യാപക സംഘടന എന്നൊരു, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു KSTയുടെ പ്രസിഡന്റ് ശ്രീ D സുധീഷിനെ ഞാൻ നേരത്തെ വിളിക്കുകയും അദ്ദേഹം ഇത് നോക്കാമെന്ന് പറയുകയും അതിനുശേഷം ഇപ്പം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ അധ്യാപക സംഘടന എന്നൊന്നുണ്ടോ? അത് അവരുടെ ഏതെങ്കിലും പിന്തുണ ഇവർക്കുണ്ടോ? പറയാൻ കഴിയുന്ന പരിമിതിയിൽ നിന്ന് പറഞ്ഞാൽ മതി അഡ്വക്കേറ്റ് സിജിമോൾ.
എനിക്ക് എൻ്റെ പൂർണ്ണമായും എനിക്കൊരു വ്യക്തത ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. കാര്യം ഈ അധ്യാപക സംഘടനയെക്കുറിച്ചോ ഇവർക്ക് അതിനകത്തുള്ള റോളിനെ കുറിച്ചോ എനിക്ക് 100% ഞാൻ അത് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാര്യം അതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഡെയിലി നമ്മുടെ ദിനചര്യകൾക്ക് അപ്പുറം ഇവരുടെ കാര്യവുമായിട്ട് ആ സ്കൂളിൽ കയറി ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ, പ്രത്യേകിച്ച് PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് അവരുടെ അധ്യാപക സംഘടന ആ ഒരു ലെവലിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ പൊളിറ്റിക്കൽ സപ്പോർട്ട് അവർക്കുണ്ട് എന്ന് അവർ തന്നെ സ്കൂളിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് തന്നെ ഈ സസ്പെൻഷൻ ഓർഡർ കൊടുത്തപ്പോൾ പറഞ്ഞത് DIGയിൽ നിന്ന് നിയമോപദേശം നേടിയതിനു ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, ഞാൻ ഈ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റുള്ളൂ. പിന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇരുന്നപ്പോഴാണ് ഇന്നലത്തെ ലീവ് ലെറ്റർ, എത്ര ദാർഷ്ട്യമുണ്ടെന്ന് ആലോചിക്കണം. ആ സ്കൂളിലെ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്ന സമയത്ത് ആ പെറ്റീഷൻ ആ ലീവ് ലെറ്റർ കൊണ്ടുവന്ന് പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഞങ്ങളെ എതിർത്ത് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ അത്രത്തോളം എന്തുകൊണ്ട് ഈ അധ്യാപിക അങ്ങനെ ചിന്തിക്കും? ശരി, ഞാൻ ധന്യരാമനോ എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ സംഘം പോലെ പെരുമാറും. എല്ലാം അവരുടെ വരുതിയിൽ ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് നീചപ്പണിയും ചെയ്യും. അതിനുവേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനാണെങ്കിൽ ജീവിതം തകർക്കാനുള്ള നീചപ്പണികൾ ചെയ്യാൻ മടിയില്ലാത്തവരെ അധ്യാപിക എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഞാൻ പിന്നെയും ചോദിക്കുന്നത്, SFI എവിടെയാണ്? DYFI എവിടെയാണ്? നാട്ടിലെ മറ്റ് സമരസംഘടനകൾ എവിടെയാണ്? KSUവിൻ്റെയും AASFിൻ്റെയും ഒക്കെ പൂർണ്ണാർത്ഥത്തിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണോ ഉണ്ടാവുക? ആ പ്രതിഷേധം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. KSTA പ്രസിഡന്റ്, പ്രധാനപ്പെട്ട അധ്യാപക സംഘടനയുടെ പ്രസിഡന്റാണ് സുധീഷ്. ഇപ്പം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതെന്ന് അറിയില്ല. ഇനി അവരുടെ പിന്തുണ ഇവർക്കൊക്കെ ഉണ്ടോ നമുക്കറിയില്ലല്ലോ.